ആനത്താവളത്തിലെത്തുന്നവർക്ക് കാടിന്റെ നിറം പിടിപ്പിച്ച കാഴ്ചകൾ കൂടി സമ്മാനിച്ച് നിറത്രയം 2 കേരള ചിത്രകലാ പരിഷത്തായിരുന്നു ക്യാമ്പിന്റെ സംഘാടകർ. കടുത്ത പച്ചപ്പ്, കാടിന്റെ വന്യത, കനം പകരുന്ന സൗന്ദര്യ കാഴ്ചകൾ, കാടിന്റെ ഉൾക്കാഴ്ചകളെ ക്യാൻവാസിലേക്ക് പകർത്തി എഴുതുകയായിരുന്നു കലാകാരന്മാർ. കാണന ഭംഗി വരച്ചിടാൻ വിവിധ പ്രായത്തിലുള്ളവരുണ്ടായിരുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നിവിടങ്ങളിൽ നിന്നായി 75 പേരാണ് ചായങ്ങൾ ചാലിച്ചത്. ഇവിടുത്തെ വൈബ് എന്ന് പറയുന്നത് വളരെ മനോഹരമാണ്, വളരെ നമ്മളെ ആകർഷിക്കുന്നതും ഒരു പ്രകൃതി ഇഷ്ടപ്പെടുന്ന ഒരാളെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അത് സ്വാഭാവികമായിട്ടും ചിത്രകാരന്മാരും പ്രകൃതി ഇഷ്ടപ്പെടുന്നവരാണ്. അവരെ സംബന്ധിച്ച് പ്രകൃതിയെ ഒരു ലാംഗ്വേജ്, ഒരു ഭാഷയെ അവതരിപ്പിക്കുന്നതിൽ, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ആഗോളതാപനം പോലുള്ള ഒരു സാഹചര്യത്തിൽ, ചൂടൊക്കെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, കാലാവസ്ഥ വ്യതിയാനം വന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇത്തരം ഒരു സംഗതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. പരിചിതവും കാഴ്ചകളിൽ നിന്നും ഇതുവരെ മറഞ്ഞു നിന്നതുമായ രൂപങ്ങളും ദൃശ്യങ്ങളും അക്രിലിക്കിൽ മിഴിവുള്ളതായി മാറി. ആനത്താവളം സന്ദർശിക്കാനെത്തിയവർക്കെല്ലാം അത് ആനന്ദകരമായ അനുഭവം സമ്മാനിക്കുകയും ചെയ്തു. കോന്നി ആനക്കുഴിനെ സംബന്ധിച്ചിടത്തോളം എന്നും വരുന്ന കാഴ്ചക്കാർക്ക് കാണാൻ പറ്റുന്ന ചില കാഴ്ചകളുണ്ട്. അതിനപ്പുറത്തേക്കായിട്ട് എത്രത്തോളം കലാകാരന്മാരെ കാണുവാനും അവരുടെ കലാസൃഷ്ടികളെ പരിചയപ്പെടാനുള്ള ഒരു വലിയ അവസരമാണിത്. അപ്പോൾ അത് തീർച്ചയായിട്ടും വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് എന്നതുകൊണ്ടാണ് വനവകുപ്പ് ഈ ഒരു പരിപാടി ഏറ്റെടുത്ത് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ആസ്വാദകരായി ആനപ്രേമികളും ഏറെ എത്തി. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.